സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം കണ്ടല്ലൂർ ലൈബ്രറി നേതൃസമിതി അക്ഷരക്കരോൾ നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കണ്ടല്ലൂർ ലൈബ്രറി നേതൃസമിതി അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനാണ് അക്ഷരക്കരോൾ സംഘടിപ്പിച്ചത്. വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശം വഹിച്ചുകൊണ്ടുള്ള അക്ഷരക്കരോൾ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ലൈബ്രറികളിലും എത്തിച്ചേർന്നു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധി വ്യത്യസ്തതകളുള്ള ലോകത്ത് തന്നെ എടുത്തു പറയാൻ കഴിയുമ്പോൾ ചുരുക്കം ചില രാജ്യങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. കാരണം വ്യത്യസ്തകളിൽ നിന്ന് വ്യത്യസ്തകളുള്ള ഭാഷയിൽ വ്യത്യാസം, വേഷത്തിൽ വ്യത്യാസം, ഭക്ഷണ രീതിയിൽ വ്യത്യാസം, സംസ്കാരത്തിൽ വ്യത്യാസം, അങ്ങനെ വ്യത്യസ്തകളുടെ സങ്കല്പങ്ങളുടെ ഏകോപനമായിരുന്നു ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ റിപ്പബ്ലിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളും അഭിലാഷങ്ങളും ഒന്നിക്കലും ഒത്തുചേരലും കൂടിച്ചേരലും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ, മതേതരത്വ സംവിധാനത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുന്നു എന്നൊരു ആശങ്ക ഇന്ത്യയിലെ സാധാരണപ്പെട്ട ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ, നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്നലകളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ സാംസ്കാരിക സമൂഹത്തിന് മാറ്റത്തിന് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിന്നപ്പോഴും ആ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സാംസ്കാരിക നവോത്ഥാന നായകന്മാരോടൊപ്പവും അതിനുശേഷം പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പവും ചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് സാധാരണപ്പെട്ടവൻ്റെ അവകാശങ്ങളും അവകാശബോധങ്ങളും പഠിപ്പിക്കുവാനും അവരെ മനുഷ്യ സമൂഹത്തിലേക്ക് മനുഷ്യനാക്കി മാറ്റുവാനും ഇന്നലകളിൽ എങ്ങനെയാണോ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞത്, ആ രൂപത്തിൽ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിലെ സാധാരണപ്പെട്ടവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടലുകൾ ഉണ്ടാകും. ഈ പരിമിതികൾ മുമ്പിൽ വെക്കുമ്പോഴാണ് പുതിയ വഴികൾ നമുക്ക് വരുന്നത്. അതിനാണ് ഈ നോളജ്, അതായത് വിജ്ഞാനം വരുന്നത്. വിജ്ഞാന വികസനം തുടരട്ടെ. കാരണം വിജ്ഞാനമാണ് നമുക്കിനി ഇൻഡസ്ട്രി ആയാലും ശരി, അഗ്രികൾച്ചർ ആയാലും എല്ലാ മേഖലകളിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിജ്ഞാനമാണ്. അപ്പോൾ നമ്മുടെ വായനശാലകൾ ഈ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഒരു സമയത്ത് വീണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ ലൈബ്രറികൾ കർത്തവ്യം എടുക്കുമെന്നും നമ്മളെ മുന്നോട്ട് വെളിച്ചം കാട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. കേരള ജനതയ്ക്ക് താങ്ങായും തണലായും നിന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം. സമൂഹത്തിൻ്റെ മാറ്റത്തിനു വേണ്ടിയും സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകി ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തെ ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് സഹോദരത്വം പുലർത്തുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ലൈബ്രറി പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷരക്കരോളിന് കണ്ടല്ലൂർ ലൈബ്രറി നേതൃസമിതി കൺവീനർ രാജ്മോഹൻ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.